ഇതിനാണോ മോനെ നീ പുതിയ വീട് പണിത് അമ്മയ്ക്ക് തന്നത്? എനിക്കിനി ആരുണ്ടടാ എന്ന TTEയിൽ വിനോദിന്റെ അമ്മ ലളിതയുടെ കണ്ണുനീർ കണ്ടുനിന്നവർക്കും സഹിക്കാനായില്ല. രജനീകാന്ത് എന്ന ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ TTE വിനോദ് കണ്ണൻ പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ മകന്റെ മരണവാർത്ത കേട്ട് തളർന്നിരിക്കുകയായിരുന്നു അമ്മ ലളിത. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിന് രജനീകാന്ത് എന്ന ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത് ഒരു TTE ഉദ്യോഗസ്ഥനെയാണെന്നത് അടിവരയിട്ട് പറയുകയാണ്. മദ്യപിച്ച് ലെക്കുകെട്ട് ആർക്കും എവിടെ നിന്നും സുഖമായി യാത്ര ചെയ്യാനാവുന്ന സംവിധാനമായി ഇന്ത്യൻ റെയിൽവേ മാറുകയാണ്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. വെറും 24,990 രൂപ മുതൽ ACകൾ. റൊക്കം പണം നൽകാതെ വൈദ്യുതി ചെലവ് കുറഞ്ഞ ACകൾ സ്വന്തമാക്കാം. കൂടാതെ ഓക്സിജൻ ഉറപ്പ് നൽകുന്നു 5 വർഷത്തെ പരിരക്ഷയും. ഉടൻ ഓക്സിജൻ വിസിറ്റ് ചെയ്യും. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഒരു ട്രെയിൻ യാത്രക്കാരൻ എന്ന നിലയിൽ ഞാനടക്കമുള്ള പലരും മദ്യപരായ ട്രെയിൻ യാത്രക്കാരെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവരായിരിക്കും. ജനറൽ ടിക്കറ്റിൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി 10,000 രൂപ നൽകണമെന്നായിരുന്നു TTE വിനോദ് മദ്യപിച്ച് യാത്ര ചെയ്ത രജനീകാന്തിനോട് ആവശ്യപ്പെട്ടത്. തൻ്റെ പക്കൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ RPF ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കാൻ ഫോൺ ചെയ്യാൻ ഒരുങ്ങവെയാണ് രജനീകാന്ത് വിനോദിനെ ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിട്ടത്. ഇതാദ്യമായല്ല മദ്യപിച്ച് വരുന്ന ആളുകളുമായി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് തർക്കിക്കേണ്ടി വരുന്നത്. ഇതാദ്യമായല്ല മദ്യപിച്ച് ലെക്ക് കെട്ടയൊരാൾ മറ്റുള്ളവരുടെ ട്രെയിൻ യാത്ര തടസ്സപ്പെടുത്തുന്നത്. ട്രെയിൻ യാത്രക്കാരോട് അതുപോലെ അർദ്ധബോധാവസ്ഥയിൽ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും സ്ത്രീകളോട് അങ്ങേയറ്റം മോശമായി ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇതിനു മുൻപും പല തവണ ട്രെയിനിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ത് സുരക്ഷയാണ് റെയിൽവേ യാത്രക്കാർക്ക് ഇന്ത്യൻ റെയിൽവേ ഉറപ്പിച്ചു നൽകുന്നത്? മദ്യപിച്ച് ട്രെയിനിൽ കയറുവാൻ ഒരുങ്ങുന്നവരെ കണ്ടെത്താൻ എന്ത് സുരക്ഷാ മുന്നൊരുക്കമാണ് ആരംഭിച്ചിട്ടുള്ളത്? ജനുവരി 28-നായിരുന്നു വിനോദിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ. ഫെബ്രുവരി 4-ന് അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങി. പുതിയ വീട്ടിൽ താമസം തുടങ്ങി 2 മാസമേ ആയിട്ടുള്ളൂവെങ്കിലും മഞ്ഞുമൽ നിവാസികൾക്ക് പരിചിതനാണ് വിനോദ്. ചൊവ്വാഴ്ച ഉച്ചവരെ അമ്മയോടൊപ്പം കഴിഞ്ഞ് 3:30-യോടെയാണ് ജോലിക്കായി പുറപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് 1992 മുതൽ എറണാകുളത്താണ് താമസം. പുതിയ വീട്ടിലേക്ക് മാറും മുൻപ് ഇളമക്കര പോണേക്കരയിൽ സഹോദരി സന്ധ്യയുടെ വീടിന് സമീപം അമ്മയ്ക്കൊപ്പം വാടകയ്ക്കായിരുന്നു താമസം. 40ഓളം സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് വിനോദ്. ഗ്യാങ്സ്റ്റർ, വില്ലാളി വീരൻ, പുലിമെരുകൻ, ഒപ്പം വിക്രമാദിത്യൻ, ഹൗ ഓൾഡ് ആർ യു എന്നും എപ്പോഴും പെരിച്ചാഴി തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ടു. തൻ്റെ സ്വപ്നമായി കണ്ട് ഏറെ ആഗ്രഹിച്ചാണ് വിനോദ് പുതിയ വീട് പണിതതും. അതേ വീട്ടിലാണിപ്പോൾ വിനോദിന്റെ മൃതദേഹം ചേതനയേറ്റ് കിടക്കുന്നത്. രാത്രി 8:30-നാണ് രജനീകാന്തിനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. സീറ്റിൽ നിന്നിറങ്ങാൻ വിസമ്മതിച്ച പ്രതിയെ നേരിയ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പേര് ചോദിച്ചെങ്കിലും മദ്യലഹരിയിൽ വ്യക്തമല്ലാത്ത മറുപടിയാണ് പറഞ്ഞത്. ഇതിനിടെ പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് തിരിച്ചറിയൽ കാർഡ് കണ്ടെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് തീപ്പൊള്ളലേറ്റ് കാലിൽ പേശികൾ ചുരുങ്ങിയതിനാൽ പ്രതി നടക്കാൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് ഇരുചക്ര വാഹനമിടിച്ച് 2ാമത്തെ കാലിനും പരിക്കുണ്ട്. മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാളെ താങ്ങിപ്പിടിച്ചാണ് നടത്തിക്കൊണ്ടുപോയത്. TTE പ്രതി അസഭ്യം പറഞ്ഞെന്നും പോലീസിനെ വിളിച്ചതിന് പിന്നാലെയാണ് തള്ളി താഴെയിട്ടതെന്നും സംഭവ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനായ പശ്ചിമ ബംഗാൾ സ്വദേശി വെളിപ്പെടുത്തി. മലയാളത്തിൽ പോലീസിനോട് സംസാരിച്ചത് പ്രതിക്ക് മനസ്സിലായിട്ടുണ്ടാകാമെന്നും ഇയാൾ പറയുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണമായിരുന്നുവെന്നും ഒരൊറ്റ സെക്കൻഡിൽ എല്ലാം കഴിഞ്ഞുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു. ഇത് കണ്ട തങ്ങൾ ഭയന്നു പോയെന്നും അയാൾ പറയുന്നു. TTE ടിക്കറ്റ് പരിശോധിക്കാൻ വന്നത് തൃശ്ശൂരിലെത്തിയപ്പോഴാണ്. ഞങ്ങൾ ഇരുന്നതിന് താഴെയാണ് അയാൾ ഇരുന്നത്. ഞങ്ങളൊക്കെ TTE ടിക്കറ്റ് കാണിച്ചു, എന്നാൽ അയാളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 10,000 രൂപ പിഴയടക്കാൻ TTE ആവശ്യപ്പെട്ടു. അതിനും അയാൾ തയ്യാറായില്ല. പിഴയടയ്ക്കാൻ പറഞ്ഞപ്പോൾ TTEയുടെ വീട്ടുകാരെയും അമ്മയെയും സഹോദരിയും അടക്കം ഹിന്ദിയിൽ ചീത്ത വിളിച്ചു. അമിതമായി മദ്യപിച്ചാണ് അയാൾ ട്രെയിനിൽ കയറിയത്. ഇതോടെ TTE പോലീസിനെ വിളിച്ചു. മലയാളത്തിലാണ് TTE പോലീസിനോട് സംസാരിച്ചത്. അയാൾക്കത് മനസ്സിലായെന്നാണ് തോന്നുന്നത്. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ TTEയുടെ അടുത്തേക്ക് പോയി പൊടുന്നനെ പുറത്തേക്ക് തള്ളി താഴെയിട്ടു. ഒറ്റ സെക്കൻഡിൽ TTE ട്രെയിനിൽ നിന്ന് താഴെ പോയി. ഞങ്ങൾ ഭയന്നുപോയി. ഉടൻ ഒപ്പമുണ്ടായിരുന്ന ഒരാളെ വിട്ട് അടുത്ത കമ്പാർട്ട്മെന്റിലെ TTEയോട് കാര്യമറിയിച്ചു. പ്രതിയെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചു എന്നാണ് ദൃക്സാക്ഷി പോലീസിൽ വ്യക്തമാക്കിയത്. ഈ ദൃക്സാക്ഷിയുടെ ഭയം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരുടെയും ഭയമായി മാറുകയാണ്.
ഒരു TTEയുടെ അവസ്ഥ ഇതാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകുമെന്ന ഭയം. ആ ഭയം അവസാനിക്കണമെങ്കിൽ, ഇനിയൊരു വിനോദം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കർശനമായ സുരക്ഷാ സംവിധാനം യാത്രക്കാർക്ക് ഒരുക്കി നൽകാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.